ആകാശവാണി വാർത്താ വീക്ഷണം. സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാക്കാം. തയ്യാറാക്കിയത് ലക്ഷ്മി ശ്രീ വിജയ. അവതരണം കാർത്തിക വിശംഭരൻ. സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാനും സ്വതന്ത്രരാകാനും അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനും അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോഴാണ് സ്ത്രീ ശാക്തീകരണം സാധ്യമാകുന്നത്. ജനസംഖ്യയുടെ പകുതി വരുന്ന സ്ത്രീകളുടെ പ്രാതിനിധ്യം അത് തൊഴിലിലാകട്ടെ, രാഷ്ട്രീയത്തിലാകട്ടെ, സാമൂഹിക സാംസ്കാരിക മേഖലയിലാകട്ടെ മറുപാതയിൽ നിന്ന് ഏറെ പിന്നിലാണ് എന്നതാണ് വസ്തുത. അത് ന്യായീകരിക്കപ്പെടാവുന്ന ഒന്നല്ല. അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ജൈവികമോ ബൗദ്ധികമോ അല്ല എന്നതും വാസ്തവം. സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാനും തുല്യ അവസരങ്ങൾ ലഭ്യമാക്കാനും സാമൂഹിക നിയന്ത്രണങ്ങളിൽ നിന്ന് മോചനം നേടാനുമുള്ള കഴിവ് നൽകുന്ന പ്രക്രിയയെയാണ് സ്ത്രീ ശാക്തീകരണമെന്ന് വിശേഷിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളായി വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക പദവി എന്നിവയിൽ സ്ത്രീകൾ വിവേചനവും അസമത്വവും നേരിടുന്നു. എന്നിരുന്നാലും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പുരോഗമനപരവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീ ശാക്തീകരണം എന്ന ആശയം വിദ്യാഭ്യാസം, തൊഴിൽ, തീരുമാനമെടുക്കൽ എന്നിവയിൽ തുല്യ അവസരങ്ങൾ നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമായ സ്ത്രീകൾ അവരുടെ കുടുംബങ്ങളെ സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും മുന്നോട്ട് നയിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികമായ വളർച്ചയ്ക്കും സംഭാവന നൽകുന്നു. മാറുന്ന സാമൂഹിക സാഹചര്യം സ്ത്രീകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾ വ്യത്യസ്ത സാമൂഹിക സാഹചര്യങ്ങളിലാണ് വളരുന്നതും ജീവിക്കുന്നതുമെങ്കിലും അടിസ്ഥാനപരമായി സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിരവധി സമാനതകൾ കാണാം. ഇതിന്റെ തോത് നിർണ്ണയിക്കുന്നതിൽ അതത് പ്രദേശത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ, സാമൂഹിക സാമ്പത്തിക ചൂഷണങ്ങൾ, അവകാശ ലംഘനങ്ങൾ എല്ലാം തികച്ചും സ്വാഭാവികമായി ഇന്ന് സംഭവിക്കുന്നു. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ജൈവശാസ്ത്രപരമായ വ്യത്യാസം അവർക്കുമേൽ നിയന്ത്രണങ്ങളും ആധിപത്യവും സ്ഥാപിക്കാനുള്ള അവകാശമാക്കി മാറ്റാൻ ശ്രമിച്ചിടത്താണ് ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ കാരണമായത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2025 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തു മാത്രം 18,035 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതേ വർഷം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം 4,753 ലോകത്താകമാനമുള്ള സ്ത്രീകളിൽ 1/3 ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശാരീരിക ലൈംഗിക ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടാവുമെന്നാണ് ആഗോള പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകളുടെ സാമൂഹ്യ ഇടപെടലുകളിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധ്യമാക്കാൻ അവർക്ക് കഠിനമായി പോരാടേണ്ടി വന്നു. ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് സ്ത്രീകൾക്ക് ഏത് പ്രവർത്തന മണ്ഡലങ്ങളും അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ, ശാസ്ത്രജ്ഞർ, പൈലറ്റുമാർ, കായിക താരങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്ത്രീ സാന്നിധ്യമുണ്ട്. സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം, സാമ്പത്തിക ഭദ്രത, കുടുംബത്തിന്റെ പിന്തുണ, സംരക്ഷണ നിയമങ്ങൾ എന്നിവയ്ക്ക് വലിയ പങ്കുണ്ട്. തൊഴിൽ മേഖലയിൽ സ്ത്രീ പ്രാതിനിധ്യം ഇന്ന് ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ബഹിരാകാശം മുതൽ യുദ്ധമുഖത്ത് വരെ വനിതകൾ ശ്രദ്ധേയ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന നല്ലൊരു വിഭാഗം സ്ത്രീകൾ ഉണ്ടെന്നുള്ളതും വസ്തുതയാണ്. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളാണ് സ്ത്രീകളെ തൊഴിലിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ ഏറ്റവും പ്രധാന കാരണമെന്നാണ് പൊതുവെയുള്ള ധാരണ. വീട്ടിലെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം കുട്ടികളെ സ്കൂളിൽ അയച്ച് കുട്ടികൾ തിരിച്ചു വരുന്ന സമയത്തിനുള്ളിൽ മാത്രം തൊഴിലെടുക്കുവാൻ അവസരമുള്ള സ്ത്രീകളുമുണ്ട് നമുക്കിടയിൽ. എന്നാൽ കുടുംബം നിലനിർത്തുന്നതിനായി സമയക്രമങ്ങൾ ഒന്നും ഗൗനിക്കാതെ ഏതു തരത്തിലുള്ള തൊഴിലുകൾ ഏറ്റെടുക്കാനും തയ്യാറായുള്ള ഒട്ടനവധി സ്ത്രീകളുമുണ്ട്. വ്യത്യസ്തമായ ഈ സാഹചര്യങ്ങളെ അതിന്റെ സ്വാഭാവികതയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ സ്ത്രീ തൊഴിൽ പങ്കാളിത്തത്തിന്റെ നേർചിത്രം നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ വിലയിരുത്തേണ്ട വിഷയമാണ് വേതനത്തിലെ വിടവുകൾ. തുല്യ ജോലിക്ക് തുല്യ വേതനമെന്ന നിയമവും മിനിമം വേതന നിയമവുമൊക്കെ തുല്യവേതനം ഉറപ്പാക്കാനുണ്ടെങ്കിലും പല തൊഴിൽ മേഖലകളിലും, പ്രത്യേകിച്ച് അസംഘടിത തൊഴിൽ മേഖലയിൽ പുരുഷന്റെയും സ്ത്രീയുടെയും വേതനത്തിലെ വിടവ് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. ഭൂരിപക്ഷം തൊഴിലുകളിലും പുരുഷ തൊഴിലാളിക്ക് ലഭിക്കുന്ന വേതനത്തിന്റെ പകുതിയോ അതിൽ കുറവോ മാത്രമേ സ്ത്രീ തൊഴിലാളിക്ക് ലഭിക്കുന്നുള്ളൂ. പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുമ്പോൾ സ്വപ്നങ്ങൾ പിന്തുടരാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ആത്മവിശ്വാസം അവർക്ക് ലഭിക്കുന്നു. ഇത് അവരുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും ഗുണം ചെയ്യും.
തൊഴിൽ, വ്യവസായം, സ്വന്തം വരുമാനത്തിൽ സ്വയം തീരുമാനമെടുക്കൽ, നിക്ഷേപം എന്നിവ വഴി ഇന്ന് സ്ത്രീകൾ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു. തുല്യവേതനം, നൈപുണ്യ പരിശീലനം, വനിതാ സംരംഭകർക്കുള്ള പിന്തുണ എന്നിവ സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാകാൻ സഹായിക്കുന്നു. സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്ന പരമ്പരാഗത രീതികളെയും കാഴ്ചപ്പാടുകളെയും ഉപേക്ഷിക്കുക എന്നതും സാമൂഹ്യ മാറ്റത്തിന് അനിവാര്യമാണ്. സ്ത്രീധനം, ശൈശവ വിവാഹം, ലിംഗവിവേചനം തുടങ്ങിയവ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഇവയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ആത്മവിശ്വാസമുണ്ട് എന്നുള്ളത് നാം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾക്ക് പുറമെ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന നിരവധി നിയമങ്ങൾ രാജ്യത്തുണ്ട്. ജീവിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെയാണ്. ഭ്രൂണ ലിംഗ പരിശോധനയും ഗർഭഛിദ്രവും നിരോധന നിയമത്തിലൂടെ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്യിക്കുന്നതിനെതിരെ ശക്തമായ നിയമ സംവിധാനം ഇന്ന് നിലവിലുണ്ട്. പെൺകുട്ടിയുടെ കുറഞ്ഞ വിവാഹപ്രായം 18 വയസ്സും ആൺകുട്ടിയുടേത് 21-മാണ്. ഈ പ്രായത്തിനു മുൻപുള്ള വിവാഹം കുറ്റകൃത്യമായതിനാൽ ശൈശവ വിവാഹത്തെപ്പറ്റി ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ICDS പ്രൊജക്ടിലെ ശിശു വികസന പദ്ധതി ഓഫീസർക്ക് പരാതി നൽകാവുന്നതാണ്. സ്ത്രീധനം കിട്ടിയില്ല എന്നതിന്റെ പേരിൽ ഭർതൃവീട്ടിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ എണ്ണം എത്രയോ കൂടുതലായിരുന്നു നമ്മുടെ രാജ്യത്ത്. സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് സ്ത്രീധന നിരോധന നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതാണ് 2025 ഗാർഹിക പീഡന നിരോധന നിയമം. പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് താമസം, സംരക്ഷണം, ജീവനാംശം, നഷ്ടപരിഹാരം, കുട്ടികളുടെ സംരക്ഷണം എന്നിവയ്ക്കുള്ള കോടതി ഉത്തരവ് ലഭിക്കാനും അർഹതയുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസിനോ അതത് ജില്ലയിലെ വനിതാ സംരക്ഷണ ഓഫീസർക്കോ പരാതി നൽകാം. വീട്ടിൽ മാത്രമല്ല, തൊഴിലിടങ്ങളിലും പല സ്ത്രീകളും ഇന്ന് സുരക്ഷിതരല്ല. തൊഴിൽ നഷ്ടപ്പെട്ടാലോ എന്ന് ഭയന്ന് പല പരാതികളും പുറത്തു പറയാത്തവരാണ് അധികവും. 1997 സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായം തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഉള്ള ലൈംഗിക പീഡനങ്ങൾ, ലൈംഗിക ചുവയുള്ള വാക്ക്, നോട്ടം, സ്പർശം തുടങ്ങിയവയിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ ഇതിലൂടെ സാധിക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിതരാകുന്ന സ്ത്രീകളുടെ എണ്ണവും ദിനം തോറും വർദ്ധിക്കുകയാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിലാണ് ഇത് വരുന്നത്. 1986 സ്ത്രീകളെ നിന്ദ്യമായി ചിത്രീകരിക്കൽ നിരോധന നിയമപ്രകാരം പരസ്യം, പ്രസിദ്ധീകരണം, ലഘുലേഖ, ചിത്രങ്ങൾ തുടങ്ങിയവ വഴി സ്ത്രീയുടെ രൂപമോ ശരീരമോ ഏതെങ്കിലും അവയവ ഭാഗമോ അശ്ലീലമായോ നിന്ദ്യമായോ അപകീർത്തികരമായോ ചിത്രീകരിക്കുന്നത് കുറ്റകൃത്യമാണ്. പൊതുസ്ഥലത്ത് അശ്ലീല വാക്കുകൾ പറയുകയോ അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയോ ചെയ്ത് സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും രാജ്യത്ത് കർശന നിയമം നിലവിലുണ്ട്. മാറ്റം വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഓരോ വീട്ടിലും അസമത്വത്തിന്റെ വേരുകൾ പടരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഓരോ കുഞ്ഞിനും സ്വാഭാവികമായി അനുഭവപ്പെടണം. കൂടാതെ സമൂഹം ഈ ഉൾക്കൊള്ളൽ പ്രോത്സാഹിപ്പിക്കണം. അതുവഴി ഓരോ പെൺകുട്ടിക്കും പരിമിതികളെ ഭയപ്പെടാതെ തനിക്കുള്ള നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. സാമൂഹ്യ സാഹചര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നിരവധി വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അവസരങ്ങൾ നൽകുക മാത്രമല്ല, അത് പ്രയോജനപ്പെടുത്തുന്നതിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും വേണം. നമുക്ക് പ്രചോദനം നൽകുന്ന നിരവധി സ്ത്രീകളുമുണ്ട്. ബോക്സിംഗിൽ മികവ് പുലർത്തിയ മേരി കോം, ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസ് തുടങ്ങി അസംഖ്യം വനിതകൾ ദൃഢനിശ്ചയമുണ്ടെങ്കിൽ എന്തും നേടാനാകുമെന്ന് തെളിയിച്ചവരാണ്. എല്ലാവർക്കും വിജയിക്കാൻ അവസരമുള്ള നീതിയുക്തവും സന്തുലിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് സ്ത്രീ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണ്. ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ എത്രത്തോളം അവകാശമുണ്ട് എന്നത് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. കുട്ടിക്കാലം മുതൽ കുട്ടികൾ കണ്ടുവളരുന്ന സാഹചര്യത്തിൽ ബോധപൂർവമായി ഇടപെട്ടാലല്ലാതെ നമുക്കിതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ സഹായിക്കുക എന്നത് മാത്രമല്ല, ഈ ലോകം എല്ലാവർക്കും ജീവിക്കാൻ മെച്ചപ്പെട്ട സ്ഥലമാക്കി മാറ്റുക എന്നതുകൂടിയാണ്. നമുക്കിനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. സ്ത്രീകളുടെ ഓരോ ചെറിയ സ്വപ്നങ്ങൾക്കും വലിയ പിന്തുണയേകാൻ സമൂഹത്തിന്റെ ശക്തമായ ഇടപെടലാണ് ആവശ്യം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.